ഞങ്ങൾ ഈ സൈഡ്, അതായത് പടിഞ്ഞാറ് സൈഡിൽ നിന്ന് കയറി വന്നത്, അങ്ങ് താഴെ നിന്ന്. ആ ഒരു മേഘം നിൽക്കുന്നുണ്ടോ? എന്താ ഒരു ഭംഗിയല്ലേ ഇതിൽ കാണാൻ. ആ മലകളെ ചുറ്റി ഞങ്ങളിങ്ങ് കയറി വന്നിട്ട്, ഇത് കിഴക്ക് സൈഡാണേ, ഭൂതപ്പാണ്ടിയിലെ വയലുകൾ, പിന്നെ അങ്ങോട്ട് തിരുനെൽവേലി ജില്ല, ആലുവമൊഴിയൊക്കെ. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? ഇതൊക്കെ ശരിക്കും നമ്മൾ എന്താ പറയുക, ക്യാമറയിൽ കൂടെ വീഡിയോയിലൊന്നും അല്ല കാണേണ്ടത്. ഇവിടെ വന്ന് നിന്നിട്ട് ഇതൊന്ന് ഫീൽ ചെയ്യണം. കണ്ടോ ഈ മലകളൊക്കെ കണ്ടോ? നിങ്ങൾക്ക് കുറച്ചൊക്കെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ട്. അത് നമുക്ക് നേരിട്ട് ഇവിടെ വന്നാലേ പറ്റൂ. കണ്ടോ? പിന്നെ ഇങ്ങനെ നടക്കാൻ കിടപ്പുണ്ട്, ഇങ്ങനെ പോകാം നമുക്ക്. ഇതുവഴി നടന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം അതേ കാണുന്നില്ലേ അങ്ങ് ദൂരെ, ആ മലയുടെ ടോപ്പ് കയറണം. അതാണ് വേളിമലയുടെ ഏറ്റവും ഉയർന്ന പോയിൻ്റ്. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഉറപ്പില്ല, ഞങ്ങളങ്ങോട്ട് നടക്കുക. കയ്യിൽ വെള്ളമോ ഒന്നുമില്ല, എല്ലാം തീർന്നു. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് വെയിൽ മാറി നിൽക്കുന്നു, അതാണ് ഏക ആശ്വാസം. പിന്നെ കാറ്റില്ല, പക്ഷേ ഉച്ചയായല്ലോ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വരും ഈ ഭാഗത്തുനിന്ന്, പടിഞ്ഞാറ് സൈഡിൽ നിന്ന്. പിന്നെ അത് വേറൊരു ഫീലാണ്. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്ന മൊത്തം പോത്ത് നടക്കുന്ന വഴിയാണ്. ആ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞ് കിടപ്പുണ്ട്, ചാണകവും ഒക്കെ. അവർ സ്ഥിരം നടന്നു പോകുന്ന സ്ഥലം, അത് കാരണം കുഴപ്പമില്ല, ഞങ്ങൾക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ പോലെ ഒരു കയറ്റമല്ല, ഒരു ചരിവാണ്, ജസ്റ്റ് ഒരു ചരിവാണ്. പിന്നെ പാറ കഷ്ണങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയിങ്ങനെ നടന്ന് പോയാൽ മതി. എങ്ങനെയുണ്ട്? ഹെവി അല്ലേ ഈ പ്ലേസ്? ഓ എന്താ, അവിടുത്തെ നെൽവയലുകളും എല്ലാം ഇങ്ങനെ ദൂരെ കാഴ്ചയാണ്. അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലെത്തി. മൊത്തം ഇങ്ങനെ സുന്ദരമായ കാഴ്ചകളാണ് മലകളുടെ. ഹെവിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കറങ്ങി കാണണം ഇതൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വെയിലില്ല, അത് കാരണം ഭയങ്കര ആശ്വാസമാണ്. കുറച്ചുകൂടെ വെള്ളവും എന്തെങ്കിലും മധുരമുള്ള സാധനമൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ മലകളുടെ കാഴ്ച? ഇനി നമുക്ക് ആ മുന്നിൽ കാണുന്നില്ലേ മലഞ്ചെരുവ്, അത് നടന്ന് കയറി അതിനപ്പുറത്തൂടെ വഴി. അവസാനം ഞങ്ങൾ അവിടെ എത്തും, ആ പാറയുടെ മുകളിൽ. അവിടെ വെയിലുണ്ട് ഇപ്പോഴും, കണ്ടോ? കുറച്ചും കൂടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ മലകളുടെ ഷേപ്പ് വേറെയാണ്, മൊത്തം വരണ്ട് കിടക്കുക അങ്ങ് താഴ്വര എല്ലാം. കണ്ടോ? നോക്കത്താര ദൂരത്തോളം മലകളാണ്, അങ്ങ് ഉയർന്ന മലകൾ. അപ്പോൾ ഞങ്ങൾക്കിനി ശരിക്കും ഈ ഭാഗത്തൂടെ കയറി പോകണ്ട. ഇവിടെ ഉയർന്ന ഭാഗമുണ്ട്, ഞങ്ങൾ ഇതിലാണ് കയറുന്നതിന് മുകളിലോട്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറകിൽ. വഴിയുണ്ട് അതിനകത്തൂടെ. വെയിറ്റ് ചെയ്ത്, തലമുട്ടിക്കരുത്. പോകാൻ പറ്റുമോ? എന്താ, ഞങ്ങൾ ഇതിനിടയിൽ കൂടെ കുനിഞ്ഞിറങ്ങിയ. ഇതൊക്കെ പോത്തിൻ്റെ വഴികളാണ്. അയ്യോ, എൻ്റെ കണ്ണിൽ കുത്തുമായിരുന്നൊരു കമ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്ത് 2-3 പോത്തുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ മലയുടെ മുകളിൽ. എൻ്റെ ഇതുവഴി എങ്ങനെ ഇറങ്ങും? വഴിയുണ്ടോ? ഞാൻ ഈ സൈഡിൽ കൂടെ വരാം. ഇവിടെ ഒരു വഴി പോലെ കാണുന്നുണ്ട്. അമ്മേ, അയ്യോ, അമ്പ് ബാഗൊക്കെ പിടിക്കുന്നു. മൊത്തം മുൾമരമാണ്. ഇവിടെ ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വഴിയാണ്. വാ, സൂപ്പർ. അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാ ഇറങ്ങി വാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലേസിലെത്തി. അവരൊക്കെ അങ്ങ് താഴെ ഇരിപ്പുണ്ട്. ആ വെളുത്ത ടീഷർട്ട് കാണാൻ വരുന്നില്ലേ? ഞങ്ങൾക്ക് കീഴടക്കേണ്ട മല നിൽക്കുന്നുണ്ടോ? അതാ ഞങ്ങൾ കീഴടക്കാൻ പോകുന്നത് ഇന്ന്. ഓക്കെ, താഴോട്ട് ഇറങ്ങട്ടെ. അമ്പോ, തളർന്നു. ഞങ്ങൾക്ക് കയറേണ്ട മലയുടെ വ്യൂ തന്നെ മാറിയുണ്ടോ? ഭയങ്കര ഭംഗിയായി. അത് നല്ല ഉയരമുള്ള മല. ഞങ്ങൾ അതിലേക്ക് ലക്ഷ്യമാക്കി നടക്കുക. പക്ഷെ നമുക്ക് സ്ട്രൈറ്റ് പോയിട്ട് കയറാൻ പറ്റില്ല. ഞങ്ങളിനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങും. താഴെ ചുറ്റി, ആ മലയെ ചുറ്റിയാണ് ഞങ്ങളിനി അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ കാറ്റ് വന്നു തുടങ്ങി കേട്ടോ, നല്ല തണുത്ത കാറ്റ്. എല്ലാവരും സ്പ്ലിറ്റായി പല വഴി കൂടെ കയറുക. ഞാൻ എങ്ങോട്ട് കയറണമെന്ന് ആലോചിക്കുന്നു. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ? രതീഷ്, ഈസി ഏതാ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഓക്കെ, ഞാൻ പിന്നെ ഇതിലേ വരാം. ഓക്കെ, ഞാൻ ഇതിലേ കയറുന്നു. പാറയിൽ ചവിട്ടി അവർ മലയെ ചുറ്റി വരിക. ഓക്കെ, അങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ളൊരു കയറ്റമാണ്. ഞങ്ങളുടെ ട്രക്കിങ്ങിൻ്റെ അവസാനത്തെ സ്ട്രെച്ചാണ്. ഞങ്ങളിപ്പോൾ കയറുമെന്നൊക്കെ തോന്നും, പക്ഷേ എനിക്ക് തോന്നുന്ന 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ഏറ്റവും മുകളിലെത്താൻ. അയ്യോ, കാല് തെന്നി. ഇവിടെ പക്ഷേ വെയിലില്ല, നമ്മൾ കയറുന്ന ഭാഗത്ത്. പക്ഷേ മുകളിൽ വെയിൽ വന്നുണ്ടോ? ഇവിടെ മുന്നിലായിട്ട് കുറേ പോത്തുകൾ നിൽപ്പുണ്ട്, കണ്ടോ അങ്ങ് ദൂരെ. അപ്പോൾ ഞങ്ങളിവിടെ വെള്ളം ഇല്ലെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ഭാഗത്ത് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് കരയിലാണ് അവർ നിൽക്കുന്നത്. ആ ഭാഗത്ത് ഒരു ചെറിയ അരുവി ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവരിങ്ങനെ ഞങ്ങളെ നോക്കി നിൽക്കുക.
ഞങ്ങൾ ഇങ്ങോട്ടാണ് കയറുന്നത്. ഇതേ ഇവിടെ ഓരോരുത്തരായിട്ട് കയറി പോകുന്നു. പിന്നെയും നല്ല വെയിലായി കേട്ടോ, നല്ല ക്ഷീണമോ. എല്ലാവരും അങ്ങ് മുകളിൽ കയറിപ്പോയി. ഞാനും വിഷ്ണുവാണ് ഇപ്പോൾ ഏറ്റവും പുറകിലുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുന്നു. ഇതിൻ്റെ മുകളിൽ പോകണം. അവരൊക്കെ വലിയ പാറയുടെ മുകളിൽ കൂടെ കയറിപ്പോയി. ഞാൻ പക്ഷേ ഇങ്ങ് താഴെ ഈ ഒരു ടീം കയറുന്നുണ്ടോ, ഇതുവഴി കയറാനാണ് എൻ്റെ പ്ലാൻ. കാരണം ഇതാ ഈസി എന്തോന്ന്, മറ്റേത് ഭയങ്കര പ്രയാസം, ഉയരമുള്ള പാറയാണ്. ഇതൊക്കെ ഈ പോത്ത് ചവിട്ടി ഉണ്ടായ വഴിയാണ്. അവർ മുന്നിൽ നിൽപ്പുണ്ട് കണ്ടോ, അങ്ങ് താഴെ ഒരു കൂട്ടം. അവർ ഞങ്ങളെ നോക്കിയാൽ അവിടെ നിന്ന് കണ്ടോ, അങ്ങ് താഴെ നിൽക്കുന്നുണ്ടോ, അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്, കാണാൻ വരുന്നുണ്ടോ. രതീഷ് അതാ കയറി നിൽക്കുന്നു. അപ്പോൾ ഞാനിനി ഇങ്ങനെ താഴെ കൂടെ പോയിട്ട് കയറാം. ഭയങ്കര ഹെവി ട്രക്കിംഗ് ആയിപ്പോയി കേട്ടോ. വെയിലും ചൂടും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ കണ്ടില്ലേ, ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടല്ലോ, അത്ര ഈസിയുള്ള ലാൻഡ്സ്കേപ്പ് അല്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് കയറണം. എങ്ങനെയാണെന്നറിയില്ല, കയറിയല്ലേ പറ്റൂ. ഇത് കണ്ടോ, ഈ പാറയുടെ സൈഡിൽ കൂടെ പിടിച്ചങ്ങ് മുകളിൽ കയറണം. അമ്പോ വയ്യ. ഞങ്ങൾ 2-3 പേര് മാത്രമേ ഇപ്പോൾ പിന്നിലുള്ള, ബാക്കിയെല്ലാം മുകളിൽ കയറിയിട്ടുണ്ട്. ഏറ്റവും മുകളല്ല, എന്നാലും ഏകദേശമൊക്കെ ആയി. ഞങ്ങളുടെ ട്രക്കിങ്ങിൻ്റെ അവസാന സ്ട്രെച്ചാണ്. ഭയങ്കര കഷ്ടമാണ് അവർക്ക്. എനിക്ക് കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവിടെ വഴി നിൽക്കുക. അവർ വളരെ പ്രയാസപ്പെട്ട് കയറുന്നു. ഒരാൾ കയറിപ്പോയി മുകളിൽ, ബാക്കി ആൾക്കാർ കയറുന്നുണ്ടോ. ഞങ്ങൾ ഇതിനേക്കാളും കഷ്ടപ്പെട്ടോ കുറേ ദൂരം കയറിയത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഇതെങ്കിലും വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുക്കുന്നതാണ്. എനിക്ക് അനങ്ങാൻ പോലും വരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പേടിയാണ്, താഴോട്ട് കുത്തനെ അവർ കയറി പോകുന്നുണ്ടോ, കുത്തനെ കയറിപ്പോവാ. ഞങ്ങൾ ബാഗെല്ലാം അവിടെ താഴെ വെച്ചു, കാരണം ഇനി ബാക്ക് പാക്ക് ഇട്ട് കയറാൻ പറ്റില്ല. കാണാൻ വരുന്നുണ്ടോ, ഭയങ്കര പ്രയാസമാണ്. അവർ കുത്തനെയാണ് നിൽക്കുന്നത് കണ്ടോ, കാണാൻ വരുന്നുണ്ടോ, അത്രയും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഞാൻ വരാം. ഇതേ കിരൺ എന്നെ വിളിച്ചതാണ്, കൈ കാണിച്ചത്. രതീഷ് കയറുന്നത്. രതീഷ് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ കൂടെ, കുറച്ച് കയറി വെയിറ്റ് ചെയ്യാം. ഞാൻ കൂടെ വരാം. ഞാൻ രതീഷിൻ്റെ കൂടെ കയറുന്നത് കേട്ടോ. ഇനി മുകളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. ആ പ്രയാസം കണ്ടോ, പിടിച്ചിങ്ങനെ കയറണം. ഓക്കെ, എന്നാൽ ഞാനും കയറുന്നു. വിഷ്ണു കയറി വരുന്നുണ്ടോ. വിഷ്ണു തമ്പിയാണ്, ഇവരുടെ തമ്പി. ഇവർ സത്യം പറഞ്ഞാൽ നല്ല വേഗതയിൽ കയറുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കരഞ്ഞെഴഞ്ഞൊക്കെ ഇത് കയറി വന്നത്. വിഷ്ണു ഫിനിഷ് ചെയ്ത്. പിന്നെ കുറച്ച് ദൂരമുള്ള മുകളിലോട്ട്. അടുത്ത ആളിതാ കയറുന്നു. ഇവരൊക്കെ എൻ്റെ എക്സ്പെർട്ടുകളാണ്. ഇല്ല വരും. ഞാൻ പിടിച്ചാൽ ഞാൻ കൂടെ താഴെ പോകും. കണ്ടോ, ഇവരൊക്കെ ഭയങ്കര ഈസിയിലാണ് കയറി വരുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, എന്നെ എല്ലാവരും കൂടെ പിടിച്ച് കയറ്റിയതാണ്. കണ്ടോ, അവർ പോകുന്നുണ്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇത്രയും ധൈര്യമോ അങ്ങനെയൊന്നും കയറി വരാൻ എനിക്ക് പറ്റില്ല. അത് കാരണം ഇവരെല്ലാം കൂടെ സഹായിച്ചാൽ എന്നെ കയറ്റുന്നത്. ഞാൻ വരില്ലെന്ന് വിചാരിച്ചതാണ് മുകളിൽ, പക്ഷേ എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി. അതൊരു വില്ലാണ് കേട്ടോ, എനിക്ക് അത്രയൊന്നുമില്ല. ഇവരൊക്കെ ഭയങ്കര ധൈര്യശാലികളാണ്. മുകളിലെത്തി അവരെ കയറിയിരിക്കുന്നുണ്ടോ. ഞാൻ എടുക്കാം, നിൽക്ക്. എങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ? എൻ്റെ അമ്പോ സൂപ്പർ. ആ നിൽക്കുന്ന മലകളൊക്കെ കീഴടക്കിയാണ് നമ്മളിവിടെ എത്തിയത്. അമ്പോ അടിപൊളി. 360 കയറിയിട്ട് ഒരു നഷ്ടമില്ല. എല്ലാ ഭാഗത്തും മലനിരകളാണ്. ആ ഭാഗത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. കണ്ടോ, അങ്ങ് ഉയരമുള്ള മലകളെല്ലാം വെയിലിൽ മുങ്ങി നിൽക്കുന്നു. ഓക്കെ, ഇവരൊക്കെ അങ്ങ് എഡ്ജിൽ പോയിരിക്കുക കണ്ടോ.
സമയം ഇപ്പോൾ 2 മണിയായി. ഞങ്ങൾ വേളിമലയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന. ഇനി ഒരു അരമണിക്കൂർ സമയം ഇവിടെ ഇരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ഇരുന്ന് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഒരു 3.5-4 മണിക്കൂർ വേണ്ടി വരും ഞങ്ങൾക്ക് താഴെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല കേട്ടോ. വേളിമലയുടെ ടോപ്പിൽ വനമേഖലയാണ്. അതുമാത്രമല്ല ചുറ്റും തോട്ടങ്ങളാണ്. അപ്പോൾ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂ. അപ്പം ഞങ്ങൾ അവിടെ താഴെ അവരെല്ലാം പരിചയമുള്ളത് കാരണം അങ്ങനെ കയറി വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരുപാട് പോത്തുണ്ട്. ഭീകരന്മാരാണ് കേട്ടോ. അത്രയും വൈൽഡായിട്ട് അവർ വളരുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു മുൻകരുതലുണ്ടാവണം. പിന്നെന്താ, സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഹെവി ആയിട്ടുള്ള ട്രക്കാണ്. പ്രത്യേകിച്ച് വേനലാണ്. ഭയങ്കര ചൂടാണ്. കയറി വരാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഞാൻ ശരിക്കും ഇത് ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഏറ്റവും ടോപ്പിൽ. വേളിമലയുടെ പല ഭാഗത്തും പല പോർഷനുകളിലും ഞാൻ വന്നിട്ടുണ്ട്. ആ ഭാഗമൊക്കെ അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത് വേളിമല ആ ഒരു റേഞ്ചിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ അത് ഞങ്ങൾ നെക്സ്റ്റ് വരുമ്പോൾ നിങ്ങളെയും കൂടെ വിളിക്കാം. പിന്നെ പറഞ്ഞല്ലോ, നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രക്കാണ്. ഇങ്ങ് ഫുള്ള് ക്ലൈംബ് ചെയ്ത് വരിക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചിറങ്ങാൻ പോകാനുള്ള ആ ഒരു ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഫുഡും വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വരും ഒരു 2-3 ദിവസം ഇതിൻ്റെ മുകളിൽ തങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിക്കൽ ഇനി മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആയതിനു ശേഷം വരും. അപ്പം ഞങ്ങളിനി കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞല്ലോ താഴോട്ട് ഇറങ്ങും. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.